ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അമാൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പൊ ഇന്നലെയൊക്കെ ഇട്ട വേക്കൻസി ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്റെ പേജ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ അമാൻ ഹോസ്പിറ്റലിന്റെ വേക്കൻസി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ 4 ഓപ്പണിങ്സ് ആണ് അവർ ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തത് IP ബില്ലിംഗ് ഓഫീസറിന്റെ ആണ് കേട്ടോ. IP ബില്ലിംഗ് ഓഫീസർ എന്നാണ് പോസ്റ്റിന്റെ പേര്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് ഫിനാൻസിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലുള്ള ഡിഗ്രി ആയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഡിഗ്രി ആണെങ്കിലും മതി കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ ബില്ലിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോഡിങ്ങിലൊക്കെ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ നോളജ് ഉണ്ടായിരിക്കണം. ഇൻഷുറൻസിൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, നല്ല പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടാവണം. അതൊക്കെയാണ് അവർ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫിനാൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രിയും പ്ലസ് ഹോസ്പിറ്റൽ ബില്ലിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. IP ബില്ലിംഗ് ഓഫീസർ. രണ്ടാമത്തെ ഓപ്പണിങ്സ് പർച്ചേസ് ഓഫീസറിന്റെ ആണ്. പർച്ചേസ് ഓഫീസറിന് അവര് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലുള്ള ഡിഗ്രിയാണ് കേട്ടോ, അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഡിഗ്രിയാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ പർച്ചേസിംഗിലൊക്കെ എക്സ്പീരിയൻസ് വേണം. അതായത് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഹോസ്പിറ്റൽ സപ്ലൈസും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര വർഷം വേണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽ പർച്ചേസിംഗിൽ. അതുപോലെ തന്നെ ERP സോഫ്റ്റ്വെയറിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. MS ഓഫീസിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഹെൽത്ത് കെയർ റെഗുലേഷൻസ് ഒക്കെ അറിയുന്ന എന്ന്. ഇത്തരം കാര്യങ്ങളാണ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം പർച്ചേസ് ഓഫീസറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഓടിപ്പോയി അമാൻ ഹോസ്പിറ്റലിലെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വേക്കൻസി പേഷ്യന്റ് സർവീസ് അസോസിയേറ്റിന്റെ ആണ് കേട്ടോ. അപ്പൊ അതിനവര് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല വലുതായിട്ട്. ഏതെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അത് കസ്റ്റമർ സർവീസ് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി ഒക്കെ അറിയണം. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ അറിയണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് അതിനവര് റിക്വയർമെന്റ്സ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് പേഷ്യന്റ് സർവീസ് അസോസിയേറ്റ് കേട്ടോ. അപ്പൊ പേഷ്യന്റിനൊക്കെ ഗ്രീറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനും പിന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. പേഷ്യന്റ് സർവീസ് അസോസിയേറ്റ്സ് എന്നാണ് പോസ്റ്റിന്റെ പേര്. അപ്പൊ ഈ പറയുന്ന സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാര്, ഡിഗ്രിയും സ്കിൽസും ഒക്കെ ഉള്ള ആൾക്കാര് ഓടിപ്പോയി അമാൻ ഹോസ്പിറ്റലിലെ സൈറ്റ് നോക്കുക കേട്ടോ. പേഷ്യന്റ് സർവീസ് അസോസിയേറ്റ്, അതാണ് പോസ്റ്റിന്റെ പേര്. അടുത്തത് ഇൻഷുറൻസ് ഓഫീസറിന്റെ വേക്കൻസിയാണ് കേട്ടോ. IP അപ്രൂവൽ. അപ്പൊ അഡ്മിറ്റ് ആവുന്ന ഗസ്റ്റിന്റെ ഒക്കെ അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് കേട്ടോ ഇൻഷുറൻസ് ഓഫീസർ. അപ്പൊ അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലോ ഇൻഷുറൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡില് ഡിഗ്രിയും പിന്നെ ഇൻഷുറൻസ് അപ്രൂവലിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം കേട്ടോ. എത്ര വർഷമാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ ഇൻഷുറൻസിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഹോസ്പിറ്റൽ ബില്ലിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ മെഡിക്കൽ കോഡിങ്ങിലൊക്കെ നല്ല നോളജ് ഉണ്ടാവണം. അല്ലാതെ അവർ സർട്ടിഫിക്കേഷൻ ഒന്നും ചോദിക്കുന്നില്ല, നോളജ് ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവും MS ഓഫീസിലും ഒക്കെ നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം. അതൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ. അപ്പൊ നല്ല ആക്യുറസി ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇൻഷുറൻസ് ഓഫീസറിന് അവര് ചോദിച്ചിരിക്കുന്ന റിക്വയർമെന്റ്സ്. അപ്പൊ എല്ലാരും ഈ ഹെൽത്ത് കെയറിൽ ഡിഗ്രി പ്ലസ് ഇൻഷുറൻസ് ഓഫീസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഓടിപ്പോയി അമാൻ ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇൻഷുറൻസ് ഓഫീസർ എന്നാണ് പോസ്റ്റിന്റെ പേര്. അപ്പൊ ഇങ്ങനെ 4 പോസ്റ്റാണ് അമാൻ ഹോസ്പിറ്റലുകാര് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടിപൊളി ഹോസ്പിറ്റലാണ്, എല്ലാരും അപ്ലൈ ചെയ്യാം കേട്ടോ.
പിന്നെ അടുത്തതായിട്ട് നമ്മുടെ PHCC-ൽ 2 വേക്കൻസി ഉണ്ടായിരുന്നു. ഒന്ന് സോഷ്യൽ വർക്കറിന്റെയാണ്, രണ്ടാമത്തത് മെഡിക്കൽ കോഡിങ്ങിന്റെയാണ് കേട്ടോ, ക്ലിനിക്കൽ കോഡിങ്ങിന്റെ. എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണിത്. സോഷ്യൽ വർക്കറിന് MSW ആണ് അവർ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽ കോഡറിന് കോഡിംഗ് സ്കില്ലും പിന്നെ മെഡിക്കൽ കോഡറും അതിന്റെ എക്സ്പീരിയൻസും ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ജോബ് നോക്കുന്നവരൊക്കെ PHCC-യുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, അപ്ലൈ ചെയ്യാം കേട്ടോ, ഈ 2 വേക്കൻസി. അതുപോലെ തന്നെ ലാബ് ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു ലാബ് ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലൈഫ് കെയർ മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ, ലാബ് ടെക്നോളജിസ്റ്റ്. അതുപോലെ തന്നെ റേഡിയോളജി ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 33 ഹോൾഡിംഗ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി റേഡിയോളജി ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വേക്കൻസീസ്. മെയിൻ ആയിട്ട് അമാൻ ഹോസ്പിറ്റലും PHCC ആണ്. എല്ലാവരും അപ്ലൈ ചെയ്യുക. ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യാം, അല്ലാത്തവര് ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.